നമ്മൾ മക്കൾക്കൊരു അവധിക്കാലം വരുമ്പോൾ അവരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ അച്ഛനെയും അമ്മേനെയും അതുപോലെ തന്നെ മക്കളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ടുപോകാറുണ്ടാരെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? അല്ലേ? അമ്മേ ഞങ്ങളൊന്ന് ഊട്ടിക്ക് പോവാട്ടോ. ആരൊക്കെ? ഞാനും എൻ്റെ മക്കളും. അമ്മ അമ്മ മറ്റേ മോൻ്റെ വീട്ടിലാക്കിയോ തറവാട്ടിലാക്കോ എന്നൊക്കെ പറയും. കൊണ്ടുപോകാറില്ല. എത്ര വയ്യാഴികയുണ്ടെങ്കിലും അവര് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ. പക്ഷേ അത് നമുക്ക് സാധ്യമല്ല. കാരണം ഒരാളുടെയും കൂടെ എക്സ്പെൻസ് എടുക്കുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ, ടൂറിന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാഹനം ശരിക്കും കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി കറക്റ്റ് ആയിരിക്കും. പിന്നെ 2 റൂം എടുക്കേണ്ടി വരും, ചിലവ് കൂടാ. അമ്മന് ഇഷ്ടമില്ലാണ്ടല്ല, പല പല പ്രശ്നങ്ങളും ഉണ്ട്. അല്ല, ഈവൻ ഇപ്പൊ നമ്മള് ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ അത് ചിലപ്പോ കടത്തിലായിരിക്കും. കുട്ടികൾ അവരൊന്ന് ഹാപ്പി ആക്കണ്ടേ, അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ നിർബന്ധപ്രകാരം ആയിരിക്കും. പൊതുവെ നോർമൽ ലൈഫിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. അതായത് മക്കള് ബഹളം വെക്കും, അവർക്കറിയില്ല അച്ഛൻ്റെ അമ്മയുടെ വരുമാനം എത്രയാണെന്ന്. അപ്പൊ ആ ഒരു വാശിപ്പുറത്ത് ചിലപ്പോ കടം മേടിച്ചിട്ടായിരിക്കാം പോവാ. അപ്പം നോർമലി ചിന്തിക്കുന്നത് ഒരു കുറച്ച് കടം കുറയല്ലോ എന്നാണ് ആ ചിന്ത വരുന്നത്. അതായത് പ്രയോറിറ്റി ഇല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് പ്രയോറിറ്റി ഇല്ല. പല എക്സ്ക്യൂസാ പറയണ കേട്ടില്ലേ? എന്താണ് ഞങ്ങള് കടം മേടിച്ചു പോകണം, എക്സ്ക്യൂസസാ. അല്ല ഒറ്റ കാര്യം, നിങ്ങൾക്കും മക്കൾക്കും ടൂർ മേടിക്കാൻ പോകാൻ കടം മേടിക്കാം, അതിൽ അമ്മനെയും പെടുത്തി കൂടെ. അപ്പൊ എന്താ എക്സ്ക്യൂസസാ? ഞങ്ങളോ കടം പോണത്, ഇനി അങ്ങനെ അമ്മനെയും കൂടെ പെടുത്താം. അപ്പൊ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. പണ്ട് ഒരു വീട്ടില് അച്ഛന് ഭക്ഷണം കൊടുത്തത് മോശമായൊരു പാത്രത്തിലാണ്. അങ്ങനെ ഈ അച്ഛൻ മരിച്ചപ്പോൾ മകൻ ഈ പാത്രം വൃത്തിയാക്കി കഴുകി വെക്കണം. അപ്പൊ അച്ഛൻ ചോദിക്കുകയാണ്, എടാ മോൻ എന്തിനാണ് ഈ പാത്രം, അപ്പൂപ്പൻ മരിച്ചില്ലേ, ഇനി എന്തിനാ പാത്രം? അല്ല, ഇത് അച്ഛൻ വയസ്സാകുമ്പോൾ അച്ഛനും ഭക്ഷണം കഴിക്കണ്ടേ, അപ്പോൾ അപ്പൂപ്പൻ്റെ പാത്രം അച്ഛനെവിടെയും മാറ്റി വെക്കാണ്. മക്കള് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയല്ല. പറഞ്ഞു വന്നത്, നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ട്, വരുമാനമുണ്ട്. 60 വയസ്സ് 65 വയസ്സ് കഴിയുമ്പോൾ ആരോഗ്യമില്ല, വരുമാനമില്ല, അസുഖത്തിന് കുറവില്ല. അപ്പം നമുക്ക് എന്ത് വേണം? ഇപ്പം നമ്മൾ മാക്സിമം സമയം ഉപയോഗിച്ചിട്ട് വേസ്റ്റാക്കി കളയാതെ, ഇപ്പം ആരോഗ്യമുണ്ട്, സമ്പത്ത് കാലമല്ലേ, ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ മാക്സിമം ഏൺ ചെയ്തിട്ട് ആരോഗ്യമില്ലാത്ത സമയത്തേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അതാണ് പറയണത്. സമ്പത്തിനെ നിലനിർത്താനുള്ള കല പഠിക്കുക, അതിനെ സ്വന്തമാക്കുക. യെസ്, സമ്പത്തിനെ നിലനിർത്തണം, സ്വന്തമാക്കണം, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക.